ഒരു ഭരണകൂടത്തെ പോലും പിടിച്ചുലച്ച, ഭരണാധികാരികളെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയ സോളാർ കേസ് അല്ലെങ്കിൽ സോളാർ വിവാദങ്ങൾ വീണ്ടും രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. 2013 സോളാർ കുംഭകോണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകളും അന്ന് തന്നെ ഉണ്ടാവുന്നു. ഈ അറസ്റ്റിലാക്കപ്പെട്ട ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പ്രധാന കുറ്റവാളി അന്ന് എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ഉണ്ടായിരുന്നു. 21 പേജുള്ള പരാതി. പത്തനംതിട്ട ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് ഈ 21 പേജുള്ള പരാതി അവരുടെ അഭിഭാഷകനായ ഫെന്നി ബാലകൃഷ്ണന് കൈമാറുന്നത്. പിന്നീട് അതിനകത്ത് ആരും അറിയാതെ 4 പേജുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. 25 പേജാകുന്നു. ഈ കൂട്ടിച്ചേർക്കപ്പെട്ട പേജുകൾ അല്ലെങ്കിൽ ആ 4 പേജുകൾ പിന്നീടുണ്ടാക്കിയ സ്ഫോടനങ്ങൾ ചെറുതല്ലായിരുന്നു. ഒരു ഭരണകൂടത്തെ പോലും പിടിച്ചുലച്ച തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ആ 4 പേജുകളിലുണ്ടായിരുന്നു. ചില ലൈംഗിക ആരോപണങ്ങൾ, മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ആ 4 പേജുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്ന അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ പോലും ആ 4 പേജുകൾ വലിയ തരത്തിൽ ചർച്ചയായി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മണിക്കൂറുകളോളം സോളാർ കമ്മീഷന് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി ഹാജരായി. അത്തരത്തിൽ വലിയ വിഷയങ്ങളായ, വലിയ ചർച്ചകളായ ഒരു സംഭവത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ വീണ്ടും പുനർജനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ കേസിൽ ഈ 4 പേജുകൾ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പുറത്ത് പറയുന്നതിന് വേണ്ടിയും പുറം ലോകം അറിയുന്നതിന് വേണ്ടിയും ഒരു സ്വകാര്യ അന്യായമാണ് കൊട്ടാരക്കര കോടതിക്ക് മുന്നിൽ എത്തുന്നത് 2017. ആ സ്വകാര്യ അന്യായം 2 വർഷത്തിന് ശേഷം വീണ്ടും കോടതി തന്നെ അത് പരിശോധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൊഴികൾ രേഖപ്പെടുത്തുകയാണ്. മൊഴികൾ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ, അതായത് സോളാർ കേസിലെ പ്രധാന കുറ്റവാളിയായി പറയപ്പെടുന്ന ആ സ്ത്രീയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അന്ന് കോടതിക്ക് മുമ്പിൽ നൽകുന്നതിന് വേണ്ടി ഈ സോളാർ കേസിലെ പ്രധാന പ്രതി എഴുതി നൽകിയ ആ സ്ത്രീ എഴുതി നൽകിയത് 21 പേജുള്ള ഒരു കത്തായിരുന്നു എന്ന് പറയുന്നു. ഈ കത്ത് പത്തനംതിട്ട സബ് ജയിലിൽ ഉണ്ടായിരുന്ന അന്നത്തെ ജയിൽ സൂപ്രണ്ട് നേരിട്ട് കാണുകയും വായിച്ചു നോക്കുകയും ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നുവെന്നും കോടതിക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് എങ്ങനെയാണ് ഈ 4 പേജുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത്? ആ 4 പേജുകളുടെ പേരിൽ ഉണ്ടായ വലിയ തരത്തിലുള്ള ചർച്ചകളായിരുന്നു. ഒരു ഭരണകൂടത്തെയും ഒരു മുഖ്യമന്ത്രിയെ പോലും വല്ലാതെ പിടിച്ചുലച്ച ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളത് അതിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് ഒരു അഭിഭാഷകനും കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും. പക്ഷേ സത്യം പുറത്തു വരും എന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഫെനി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്ന മൊഴിയിൽ ആ മൊഴി കൃത്യമായി പറയുന്നുണ്ട്, 21 പേജിനപ്പുറത്തേക്ക് കൂടുതൽ പേജുകളില്ല. ഈ 4 പേജുകൾ മറ്റ് ആരോ, അതായത് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ സഹായി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എഴുതി ചേർത്തതാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം കോടതിക്ക് മുമ്പിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളുള്ളത്. കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു സ്വകാര്യ അന്യായമായതുകൊണ്ട് തന്നെ ആർക്കൊക്കെ എതിരെയാണോ പരാതി നൽകിയിട്ടുള്ളത്, ആരൊക്കെയാണോ പരാതി നൽകിയിരിക്കുന്നത്, ഇവരിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചതിന് ശേഷമായിരിക്കും കേസ് ചാർജ് ചെയ്യുക. ഇപ്പോൾ IPC 244 അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങളാണ് കോടതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന് അടുത്തിരിക്കുന്ന സമയത്ത് ഈ വിഷയങ്ങൾ വീണ്ടും കോടതിയുടെ പരിഗണനയിൽ എത്തുമ്പോഴേക്കും ഇത് വലിയ തരത്തിലുള്ള ചർച്ചയായി മാറപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വലിയ തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി എന്നുള്ളതായിരുന്നു ആ കുടുംബത്തിൻ്റെ പോലും ആരോപണം. ആ ആരോപണം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ മകൻ പോലും ചില പ്രസംഗവേദികളിൽ തൻ്റെ അച്ഛനെ വല്ലാത്ത തരത്തിൽ സംശയിച്ചു, വല്ലാത്ത തരത്തിൽ കുറ്റപ്പെടുത്തി എന്ന തരത്തിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയും പിന്നീട് മന്ത്രി KB ഗണേഷ് കുമാർ അതിന് മറുപടി പറയുകയൊക്കെ ചെയ്തത് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറി. ഇനി വരും ദിവസങ്ങളിലും ഈ പ്രശ്നങ്ങൾ
ഈ കത്തുമായി ബന്ധപ്പെട്ട കോടതി നടപടിക്രമങ്ങൾ ചർച്ചയാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തൽക്കാലം നിർത്തിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ആരാണ് ഈ 4 പേജുകൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഈ സോളാർ കേസിലെ പ്രധാന കുറ്റക്കാരിക്ക് സഹായിയായി മാറിയത്? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഗൂഢാലോചന? ഇതിൻ്റെ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴേക്കും മറ്റേതെങ്കിലും തരത്തിലെ ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറപ്പെടുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.